PSC ഹോം വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC മുൻവർഷം നടത്തിയിട്ടുള്ള എക്സാംസിൽ നിന്നും തിരഞ്ഞെടുത്ത 100+ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള 6ാമത്തെ ഓഡിയോയാണിത്. സ്റ്റാർട്ട് ചെയ്യാം. ഭൂമിക്ക് സൂര്യനെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കാൻ എത്ര സമയം വേണം? 365.26 ദിവസം. ഭൂമിയുടെ സ്വയം ഭ്രമണവേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? 1670 കിലോമീറ്റർ. ഭൂമിയിൽ പകലും രാത്രിയും തുല്യമായ പ്രദേശം ഏത്? ഭൂമധ്യരേഖാ പ്രദേശം. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏത്? പ്രോക്സിമ സെന്റോറി. സൈലന്റ് സ്പ്രിംഗ് എഴുതിയത് ആര്? റേച്ചൽ കഴ്സൺ. തെക്കേ അമേരിക്ക കണ്ടുപിടിച്ചത് ആര്? ക്രിസ്റ്റഫർ കൊളംബസ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ. ലോക വാർത്താവിനിമയ ദിനം മെയ് 17. ഏറ്റവും വലിയ മരുഭൂമി സഹാറ. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫ. ഒലേരി കൾച്ചർ എന്താണ്? പച്ചക്കറി കൃഷി. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഡ്യൂറൻഡ് രേഖ. പാകിസ്ഥാനിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ഏക ഭാരതീയൻ രവീന്ദ്രനാഥ് ടാഗോർ. ഓഫിയോളജി എന്താണ്? പാമ്പുകളെക്കുറിച്ചുള്ള പഠനം. ദസ് ക്യാപിറ്റൽ എന്ന കൃതിയുടെ കർത്താവ് കാറൽ മാർക്സ്. മനുഷ്യ ശരീരത്തിൽ എത്ര നാഡികളുണ്ട്? 86. ക്വിക്ക് സിൽവർ എന്താണ്? മെർക്കുറി. ഭാരതരത്ന നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധി. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന. ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. പാർലമെൻറ്റ് അംഗമാവാൻ വേണ്ട പ്രായം 25 വയസ്സ്. രാജ്യസഭ അംഗമാകാൻ വേണ്ട പ്രായം 30 വയസ്സ്. പ്രസിഡൻറ്റിൻ്റെ കാലാവധി 5 വർഷം. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. ഇന്ത്യൻ സേനയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി. മുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന ഗവർണർ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? കൽക്കട്ട. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ. ജൂതമതസ്ഥരുടെ ആരാധനാലയം സിനഗോഗ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൽക്കട്ട. നാഷണൽ കെമിക്കൽ ലബോറട്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? പൂനെ. അറ്റോമിക് എനർജി കമ്മീഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ. നാഷണൽ എയ്റോനോട്ടിക്കൽ ലബോറട്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ്.
ജാപ്പനീസ് സംസ്കാരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട മതം. ഷിൻഡോയിസം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സംസ്ഥാന ഗവർണർ. സരോജിനി നായിഡു. ഇന്ത്യയിൽ ഏറ്റവും അധികം സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഗുജറാത്ത്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്. ലീല സേത്ത്. മിസ് യൂണിവേഴ്സ് ആയ ആദ്യ ഇന്ത്യക്കാരി. സുസ്മിത സെൻ. ആദ്യത്തെ വനിതാ സംസ്ഥാന സ്പീക്കർ. ഷാനോ ദേവി. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത. ആരതി സാഹ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി. പരംവീർ ചക്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതി. ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര. ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം. എല്ലോറ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല. ആലിപ്പൂർ മൃഗശാല, അത് കൽക്കട്ടയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി. നാഷണൽ ലൈബ്രറി, അത് കൽക്കട്ടയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി. ജുമാ മസ്ജിദ്, അത് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ. സുന്ദർബൻസ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ആരവല്ലി പർവ്വതനിരകൾ. വൈദ്യുത ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. എഡിസൺ. വസ്തുക്കൾ താഴോട്ട് വീഴാൻ കാരണമെന്താണ്? ഭൂഗുരുത്വ ബലം. ലോഹങ്ങളെ മുറിക്കാൻ കഴിവുള്ള പ്രകാശരശ്മി. ലേസർ രശ്മികൾ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശമെത്തുന്ന രീതി. വികിരണം. പ്രകാശത്തേക്കാൾ വേഗതയുള്ള കിരണം. ടാക്യോണുകൾ. വെടിമരുന്ന് നിർമ്മിതിക്ക് വേണ്ട ലവണം. പൊട്ടാസ്യം നൈട്രേറ്റ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഐസക് ന്യൂട്ടൺ. നീണ്ട വടി വെള്ളത്തിൽ വളഞ്ഞതായി കാണുന്നു. എന്താണ് ഇതിന് കാരണം? അപവർത്തനം. ഭൂമിക്ക് ഒരു സ്വയം ഭ്രമണത്തിന് എത്ര സമയം വേണം? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. പ്രകാശത്തിൽ 7 വർണ്ണങ്ങളുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ഐസക് ന്യൂട്ടൺ. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആര്? ജോസഫ് ബ്ലാക്ക്. പ്രകാശ പ്രകീർണനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം. പ്രിസം. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം. പൊക്രാൻ. ബാരോമീറ്ററിലെ ദ്രാവകം. രസം അല്ലെങ്കിൽ മെർക്കുറി. വാഹനങ്ങളുടെ ബാറ്ററിയിൽ വൈദ്യുതി നിലനിൽക്കുവാൻ സഹായിക്കുന്ന ഉപകരണം. ഡൈനാമോ. വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ട്. 230. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററി. പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം. 9.46 ലക്ഷം കോടി കിലോമീറ്റർ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം. മെക്സിക്കോ. ആൻറ്റിബോഡികളില്ലാത്ത രക്തഗ്രൂപ്പ്. AB ഗ്രൂപ്പ്. ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹം. ആര്യഭട്ട. ഭൂകമ്പ തീവ്രത രേഖപ്പെടുത്തുന്ന സ്കെയിൽ. റിക്ടർ സ്കെയിൽ. ഏഷ്യയിലെ ഒന്നാമത്തെ അണു റിയാക്ടർ.
അപ്സര. റേഡിയം കണ്ടുപിടിച്ചത് ആര്? മാഡം ക്യൂറി. പുരാവസ്തുക്കളുടെ പഴക്കം നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്? കാർബൺ-14. ആദ്യത്തെ അണുബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ? റോബർട്ട് ഓപ്പൺഹീമർ. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന വാതകം? ഓസോൺ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത? ജുങ്കോ താബെ. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം? ഈയം. റെയിൽ പാളത്തിന് ജോയിൻറ്റിൽ വിടവുകൾ ഇടുന്നത് എന്തിനാണ്? ചൂട് കൊണ്ട് വികസിക്കുമ്പോൾ വളയാതിരിക്കാൻ. ഇടിനാദം കേൾക്കും മുമ്പേ മിന്നൽ പ്രത്യക്ഷപ്പെടുന്നു. കാരണം വെളിച്ചം ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം? കപ്പൽ ആദേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഭാരം കപ്പലിൻ്റെ ഭാരത്തേക്കാൾ കുറവായതുകൊണ്ടാണ്. പ്ലവന തത്വം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ആർക്കിമിഡീസ്. റെഫ്രിജറേറ്ററിൽ തണുപ്പിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ദ്രാവകം? ഫ്രിയോൺ. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്? O ഗ്രൂപ്പ്. ഉയരം അളക്കുന്ന ഉപകരണം? അൾട്ടിമീറ്റർ. ശ്രേഷ്ഠ ഭാഷാ പദവി നേടിയ 5ാമത്തെ ഭാഷ? മലയാളം. മഴ അളക്കുന്നതിനുള്ള ഉപകരണം? റെയിൻ ഗേജ്. കോഴിമുട്ട കൃത്രിമമായി വിരിയിക്കുന്നതിനുള്ള ഉപകരണം? ഇൻക്യുബുലേറ്റർ. ദ്രാവകങ്ങളുടെ ഘനതത്വം അളക്കുന്നതിനുള്ള ഉപകരണം? ഹൈഡ്രോമീറ്റർ. അഷ്ടാംഗഹൃദയം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? വാഗ്ഭടൻ. ഹൃദയത്തിൻ്റെ പ്രവർത്തനം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG. ഏറ്റവും വലിയ കോശം? ഒട്ടകപ്പക്ഷിയുടെ മുട്ട. സിനബർ എന്തിൻ്റെ അയിരാണ്? മെർക്കുറി. അന്തരീക്ഷത്തിലെ നീരാവിയുടെ തോത് അളക്കുന്നതിനുള്ള ഉപകരണം? ഹൈഗ്രോമീറ്റർ. ത്രികോണാകൃതിയിലുള്ള സമുദ്രം? പസഫിക്. ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം അളക്കാനുള്ളത്? സ്പൈറോമീറ്റർ. എപ്സം സാൾട്ടിൻ്റെ രാസനാമം? മഗ്നീഷ്യം സൾഫേറ്റ്. പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള രാസവസ്തു? ഈഥൈൽ ബ്യൂട്ടറേറ്റ്. രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന അവയവം? വൃക്ക. കടലിൻ്റെ ആഴം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്? എക്കോ സൗണ്ടർ. കാറ്റിൻ്റെ വേഗത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്? അനിമോമീറ്റർ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ മഹാൻ? റൂസോ. ലോകത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ്? ഇസബൽ പെറോൺ. അർജന്റീനയിലാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആര്? ദയാനന്ദ സരസ്വതി. 1ാം കേരള മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോൻ. പ്രകാശ തീവ്രത അളക്കുന്ന ഉപകരണം? ഫോട്ടോമീറ്റർ. ഡ്രൈ ഐസ് എന്നാൽ എന്ത്? ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. ഏറ്റവും കടുപ്പമേറിയ ലോഹം? ക്രോമിയം. ചൈന മാൻ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇന്ത്യയിൽ
സ്പേസ് ഗാർഡൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? കേരളം. എസ് ആകൃതിയിലുള്ള സമുദ്രം? അറ്റ്ലാന്റിക്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? മാക്സ് മുള്ളർ. ഗാന്ധിജിയുടെ അഭാവത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നയിച്ചത് ആര്? അരുണ ആസിഫ് അലി. വീർ സവർക്കർ വിമാനത്താവളം എവിടെയാണ്? പോർട്ട് ബ്ലെയർ. ശരീരത്തിലെ ഏറ്റവും ദൃഢമായ പദാർത്ഥം? പല്ലിൻ്റെ ഇനാമൽ. ദക്ഷിണാഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ആരാണ്? ഗാന്ധിജി. മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആര്? എഡ്വിൻ ലൂട്ടിൻസ്. മലയാള ഭാഷയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആര്? എഴുത്തച്ഛൻ. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം കുറുകെ കടന്നു പോകുന്ന നദി? കോങ്കോ. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? ഫ്രഞ്ച് വിപ്ലവം. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ? ദാദാഭായ് നവറോജി. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന രാസവസ്തു? സിൽവർ ബ്രോമൈഡ്. ജൂൾ എന്തിൻ്റെ യൂണിറ്റാണ്? ഊർജം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. സപ്തവർണ്ണങ്ങൾ ചേർത്ത് ധവളപ്രകാശമുണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ന്യൂട്ടൺ. തമസോമ ജ്യോതിർഗമയ എന്ന ഉദ്ധരണി എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉപനിഷത്ത്. അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം? ബൈബിൾ. വന്ദേമാതരം ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. ഇന്ത്യയിൽ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആദ്യത്തെ വ്യക്തി? ഗുൽസാരിലാൽ നന്ദ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം? ലൂണ 9. ഓപ്പറേഷൻ വിജയ് എന്നാൽ എന്ത്? കാർഗിലിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം. ബിഷപ്പ് എന്ന പദം ഏത് വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എലിവിഷത്തിൻ്റെ രാസനാമം? സിങ്ക് ഫോസ്ഫേറ്റ്. ഇന്ത്യയിലെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ഡോക്ടർ APJ അബ്ദുൽ കലാം. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അമേരിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്? മാർട്ടിൻ ലൂഥർ കിങ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര? ലാക്ടോസ്. ഇന്ത്യയുടെ മുട്ട നഗരം ഏതാണ്? നാമക്കൽ, തമിഴ്നാട്ടിലാണ്. എക്സ്റേ കണ്ടുപിടിച്ചത് ആര്? റോൺജൻ. ദേശീയ ഗാനം പാടാൻ കണക്കാക്കപ്പെട്ടിട്ടുള്ള സമയം? 52 സെക്കൻഡ്. M ആകൃതിയിലുള്ള സമുദ്രം? ഇന്ത്യൻ മഹാസമുദ്രം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി? കൻ്റോൺമെൻറ്റ് ഹൗസ്. അശോക ചക്രത്തിൽ കുറിച്ചിട്ടുള്ള വാചകം എന്ത്? സത്യമേവ ജയതേ. ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ നൽകിയ പേര്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. 1857 ശിപായി ലഹള അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? മംഗൽ പാണ്ഡെ. ഇന്ത്യ ഹൗസ് എവിടെയാണ്? ലണ്ടൻ.
ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന രാസപ്രക്രിയ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം? മുംബൈ. ആദ്യ കാളിദാസ സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? രുക്മിണി ദേവ് അരുണ്ടേൽ. കോസ്മിക് ഇയർ എന്നാൽ എത്ര വർഷമാണ്? 250 മില്യൺ വർഷം. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഹരിലാൽ ജെ കനിയ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം? ടൈറ്റൻ. ഡയറ്റ് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? ജപ്പാൻ. അവസാനത്തെ സിഖ് ഗുരു ആര്? ഗുരു ഗോവിന്ദ് സിംഗ്. ആദ്യത്തെ ഇന്ത്യൻ സിനിമ? രാജാ ഹരിശ്ചന്ദ്ര. ആരുടെ ചരമദിനമാണ് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം? അമൃത്സർ. നോബൽ സമ്മാനം നിരസിച്ച ആദ്യ വ്യക്തി? ബെർണാഡ് ഷാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ? മാൻഡറിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകം? അയഡിൻ. ചൈന ഇന്ത്യയെ ആക്രമിച്ചത് എന്ന്? 1962 ഒക്ടോബർ 20. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലപരിധി എത്രയായിരുന്നു? 1951 മുതൽ 1956 വരെ. ആധുനിക മനുഷ്യൻ്റെ ശാസ്ത്രനാമം എന്താണ്? ഹോമോ സാപ്പിയൻസ്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര്? ഗെസ്റ്റപ്പോ. അശോകൻ ഏത് രാജവംശത്തിൽ പെട്ടയാളാണ്? മൗര്യവംശം. ബിഹു എവിടുത്തെ നാടോടി നൃത്തമാണ്? അസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആഡം സ്മിത്തിൻ്റെ പ്രശസ്തമായ കൃതി? വെൽത്ത് ഓഫ് നേഷൻസ്. ഗുരുമുഖി ഏത് ഭാഷയിലെ അക്ഷരമാല? പഞ്ചാബി. ലോക പൈതൃക ദിനം എന്ന്? ഏപ്രിൽ 18. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഷൺമുഖം ചെട്ടി. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാതകം? എത്തിലിൻ. കുച്ചിപ്പുടി നൃത്തം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് ഉടലെടുത്തത്? ആന്ധ്രാപ്രദേശ്. ഏറ്റവും നീളമുള്ള പർവ്വതനിര? ആൻഡീസ്. ഏറ്റവും വലിയ ഉപദ്വീപ് ഏത്? അറേബ്യ. YMCA സ്ഥാപിച്ചത് ആര്? സർ ജോർജ് വില്യംസ്. ഭൂമിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം? ചൊവ്വ. ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം? 1950. ഏത് മരത്തിൽ നിന്നാണ് ടർപ്പൈൻ ലഭിക്കുന്നത്? പൈൻ. സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം? 3500-നും 2500 BCക്ക് ഇടയ്ക്ക്. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലത്തിൻ്റെ പേര്? ശക്തിസ്ഥൽ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ കെ. ഇന്ത്യയിൽ പകലിന് ഏറ്റവും ദൈർഘ്യം കൂടിയ ദിവസം? ജൂൺ 21. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സാമുവൽ ഹാനിമാൻ. ശരീരതാപം നിയന്ത്രിക്കുന്നത് ഏത് അവയവമാണ്?
തലച്ചോറിലെ ഹൈപ്പോതലാമസ്. അന്തരീക്ഷമർദ്ദത്തിന് കാരണം എന്ത്? ഭൂഗുരുത്വ ബലം. ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? ധനകാര്യ സെക്രട്ടറി. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് അറിയപ്പെടുന്ന വകുപ്പ്? ആർട്ടിക്കിൾ 32. നാരങ്ങയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി. പുരാണങ്ങളുടെ എണ്ണമെത്ര? 18. സാഖ്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കപിലൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്ത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആരാണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത്? CR ദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി? സുജേത കൃപലാനി. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ? തമിഴ്. ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഇന്ദിര പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. എക്സ്റേ കടന്നു പോകാത്ത ലോഹം? ലെഡ്. മനുഷ്യനിൽ എത്ര പാൽപ്പല്ലുകൾ ഉണ്ടാകും? 20. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന വർഷം? 1909 AD. ഏറ്റവും വലിയ ഉപഗ്രഹം ഏത്? ടൈറ്റൻ. മെഡിറ്ററേനിയൻ സീ, റെഡ് സീ എന്നിവയെ ബന്ധിപ്പിക്കുന്ന കനാൽ? സൂയസ് കനാൽ. യൂറോപ്പിൻ്റെ യുദ്ധക്കളം എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം? ബെൽജിയം. ഇന്ത്യയെയും ചൈനയെയും വിഭജിക്കുന്ന സാങ്കല്പിക രേഖ? മക്മോഗൻ രേഖ. മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം? ചെമ്പ്. ഹവാമഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജയ്പൂരിലാണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് എന്ന്? 1984 ഒക്ടോബർ 31. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ വർഷം? 1895. ക്രിസ്മസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന അസുഖം? ഹീമോഫീലിയ. ഏറ്റവും ചെറിയ പുഷ്പം? വോൾഫിയ. ഇന്ത്യയെ ആക്രമിച്ച ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? അലക്സാണ്ടർ ചക്രവർത്തി. ആരാണ് ബുക്കർ പ്രൈസ് നേടിയ പ്രഥമ ഭാരതീയ വനിത? അരുന്ധതി റോയ്. ഏതാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം? സൂര്യൻ. ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹം? വ്യാഴം. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്? 10 വർഷത്തിലൊരിക്കൽ. ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ? പാനിപ്പട്ട്. കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഡോക്ടർ ഹർഗോവിന്ദ് ഖുറാന. വൈദ്യുത ബൾബിലെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു ഉപയോഗിച്ചാണ്? ടങ്സ്റ്റൺ. ഇന്ത്യയിലെ കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം? ഭുവനേശ്വർ. ഗംഗാ നദി ബംഗ്ലാദേശിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പത്മ നദി. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഐസ്നോവർ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം? ജയ്സാൽമർ. ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയ വർഷം?
1872. ബ്ലൂ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം? 1901 കൽക്കട്ട സമ്മേളനം. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വസ്തു? ഹരിതകം. ഭഗവത്ഗീതയുടെ കർത്താവ് ആര്? വേദവ്യാസൻ. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? 24. ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏത്? മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ്. സുഷുമ്നാ നാഡിയെ സംരക്ഷിക്കുന്നത്? നട്ടെല്ല്. ഭൂമിയുടെ ഭാരം ആദ്യമായി തിട്ടപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ? ഹെൻറി കാവൻഡിഷ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി? തൈറോയിഡ്. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കേരളം. ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര? 6 വർഷം. സത്യജിത് റേ സംവിധാനം ചെയ്ത ആദ്യ സിനിമ? പഥേർ പാഞ്ചാലി. ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ എത്ര വാട്ട്സ് ആണ്? 746. ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹം? മഗ്നീഷ്യം. രാസപദാർത്ഥങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫ്യൂറിക് ആസിഡ്. അലക്കുകാരത്തിൻ്റെ രാസനാമം? സോഡിയം കാർബണേറ്റ്. അന്തർദേശീയ കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? നെതർലൻഡിലെ ഹേഗ്. ഓസോണിൻ്റെ രാസവാക്യം എന്ത്? O3. വിഡ്ഢികളുടെ സ്വർണം എന്നാൽ എന്ത്? അയൺ പൈറൈറ്റിസ്. ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ H.J. ഭാവെ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്താണ്? കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടി. സംസ്ഥാന ഗവർണറാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം? 35 വയസ്സ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് എന്നാണ്? 1951 ജൂൺ. ഇന്ത്യയിൽ ആദ്യത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1952. തൊട്ടുകൂടായ്മ ശിക്ഷാർഹമാകുന്ന ഭരണഘടനാ വകുപ്പ്? ആർട്ടിക്കിൾ 17. ഈഫൽ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാരീസ്. ആരുടെ സമാധിസ്ഥലമാണ് വിജയ്ഘട്ട്? ലാൽ ബഹാദൂർ ശാസ്ത്രി. ഏത് വർഷമാണ് ഇന്ത്യ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? 1854. Thank you. God bless you all.